ഈ പണം എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? വിനുവേട്ടന് അച്ഛന്റെ കയ്യിൽ പണം തരുമ്പോ ആർത്തി പോണ്ട ചില കണ്ണുകൾ പണത്തിൽ തറയ്ക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതെ, പ്രകാശങ്ങളും മനോജങ്ങളും വസന്താന്റിയും. അങ്ങനെ 3 പേരുടെ 6 കണ്ണുകൾ. അതെ, ഇവരിൽ ആരെങ്കിലും പണം എടുത്ത് മാറ്റാൻ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അച്ഛനും അമ്മയും അറിയാതെ പണപ്പൊതി മാറ്റിയതും ആ സ്ഥാനത്ത് പേപ്പർ കഷ്ണങ്ങളുടെ പൊതി വെച്ചതും ഞാനാ. പിന്നെ ഞാനും. അതെന്തായാലും നന്നായി മോളെ. ആശ്വാസമായി മോളെ. വിനുവിന്റെ പണം സത്യമുള്ള പണം അച്ഛ. വന്ദനയ്ക്ക് ആ ബുദ്ധി തോന്നിപ്പിച്ചത് ദൈവം തന്നെയാ. ഇതാ അച്ഛ, അച്ഛൻ തന്നെ പണം വെച്ചോളൂ. വേണ്ട, ഈ പണം ഇനി മുറി വെച്ച നമ്മൾ രണ്ടുപേരുടെ ജീവനും ഒരു ഉറപ്പും ഉണ്ടാവില്ല മാധവേട്ട. ഈ മക്കൾ നമ്മളെ കൊല്ലാനും മടിക്കില്ല. അങ്ങനെ ഭയക്കണ്ടമ്മേ. പണം സൂക്ഷിക്കാൻ കഴിഞ്ഞവർക്ക് അതിനി സംരക്ഷിക്കാനും കഴിയും. അച്ഛൻ പണം വാങ്ങണം. വക കണ്ടതെല്ലാം വടിവേലുമായി. 10 പൈസ മോട്ടിച്ചു പോലും ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത സാമദ്രോഹികളാ. സഹോദരങ്ങളാണ് സഹോദരങ്ങള്. അല്ലെങ്കിൽ ഞാൻ എന്തിനാ പോണേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അച്ഛൻ ഈ പണം എന്ത് ചെയ്യാൻ പോവും? എന്റെ ഒരു കൂട്ടുകാരന്റെ ഓട്ടോയല്ലേ ഞാൻ ഒഴിച്ചിരുന്നത്. അത് കത്തിപ്പോയില്ലേ? ആ ഓട്ടോയുടെ പണം തിരിച്ചു കൊടുക്കണം. മറ്റുള്ള അത്യാവശ്യ കടങ്ങളൊക്കെ വീട്ടണം. അത് അത്യാവശ്യമായിട്ട് ചെയ്യണം. ഈ പണം അധികകാലം സൂക്ഷിച്ചു വെക്കാൻ നോക്കരുത്. ഇല്ല മോനെ. അച്ചച്ച, ഈ പണത്തില് നോട്ടിടുന്ന 6 കണ്ണുകളെ സൂക്ഷിക്കണം. കരികന്മാര്. മാനത്തെ കൊട്ടാ